എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഈ തിളച്ച് മറയുന്നതെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നേ? പറഞ്ഞു തരാം. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നേരെ പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫാഷൻ ഫ്രൂട്ട് ഇല്ലേ, മഞ്ഞ, ആ ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു സ്ക്വാഷ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫാഷൻ ഫ്രൂട്ട് നടുവേ കീറിയ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഇച്ചിരി ലെങ്തി ആയി പോകുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു 10-30 ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവേ. അപ്പൊ അത് മൊത്തം നമ്മൾ നടുവേ കണ്ടിച്ച് അതിന്റെ പൾപ്പ് മൊത്തം എടുക്കും. എന്നിട്ട് അരിച്ച് അതിന്റെ വെള്ളം കുരുവും സെപ്പറേറ്റ് ആക്കും. നമുക്ക് കുരു മൊത്തം ഇടണ്ട, കുരു ഒരുപാടായ ഇത് കൊള്ളില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി ഒരു 3 നാരങ്ങ, അത് അവസാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 നാരങ്ങ പിഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചീനിച്ചട്ടി, നിങ്ങളുടെ വീട്ടിനകത്ത് ഇതുപോലെ ഉള്ളുള്ള ഒരു പാത്രം എടുക്കുക, നല്ല പാത്രം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം എന്തോരം വേണോ അത്രയും ആവശ്യത്തിന്, നല്ല മധുരം വേണ്ടവർക്ക് ആവശ്യത്തിനനുസരിച്ച് തന്നെ പഞ്ചസാര ചേർത്ത്. ഇത് പുളിയുള്ള ഫാഷൻ ഫ്രൂട്ടാണ്, മഞ്ഞ ഫാഷൻ ഫ്രൂട്ടാണ്. അപ്പൊ ഈ പുളിയുള്ള ഫാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരവും വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ഫാഷൻ ഫ്രൂട്ട് എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് തന്നെ മധുരം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ആദ്യം തന്നെ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. എടുക്കുന്ന ഫാഷൻ ഫ്രൂട്ട് എന്തോരമാണോ അതിനനുസരിച്ച് മധുരം, പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പൊ പഞ്ചസാര ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി ചെറിയ ലൂസ് പോലെ ഒരു അതിൻ്റെ ഇത് എടുക്കുമ്പോൾ നമ്മൾ മറ്റേ പാനിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ അത് തവിയിൽ ഇതിൻ്റെ എടുത്ത് കയ്യിലൊന്ന് പിടിക്കുമ്പോൾ ഒരു നൂല് രീതി വരുന്ന രീതിയിൽ വരത്തക്ക വരുന്നോളം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന പാഷൻ ഫ്രൂട്ട് ഇല്ലേ, അത് കുരു ഞാൻ മൊത്തം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം കുറച്ച് കുരു ഇട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന്. അത് ഇതിലേക്ക് പഞ്ചസാര പാനീയത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല, പഞ്ചസാരയും ഈ അരിച്ചു വെച്ച പാഷൻ ഫ്രൂട്ടും ആവശ്യത്തിന് വെള്ളം, ഇത്രയേ ചേർക്കുന്നുള്ളൂ. വേറെ പൊടികളോ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി അതൊന്നും ഇട്ടിട്ടില്ല. നിലവിൽ നല്ല മഞ്ഞപ്പുണ്ടല്ലോ. അപ്പൊ അതൊന്ന് ചെറുതായിട്ട് കുറുക്കി നമ്മൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അത് എന്താ ഇതിന്റെ ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പത്തേക്ക് ഈ സംഭവം സെറ്റ് ആവും. ഇതുപോലെ തിളച്ച് വന്നാൽ മാത്രമേ ഒരു 15 കൂടി പോയി 20 മിനിറ്റ്, ഞങ്ങൾ 15 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് പതുങ്ങി വരുമ്പോൾ അത്യാവശ്യം ഒരു ലൂസായിട്ട് വരുന്ന നോക്കാം. ഞാൻ കാണിച്ചു തരാം, തവി കൊണ്ട് കോരിയെടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കാവുള്ളേ, എന്നാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയ്ക്കകത്തും കൊടുത്തേക്കാം. വേണ്ടവരൊന്ന് വാട്സാപ്പ് നമ്പറാണ്, കോൾ ചെയ്യല്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ടവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം കേട്ടോ.